ബ്രസീലും അർജന്റീനയും പോർച്ചുഗലുമെല്ലാം നെല്ലാട് സെന്റ് തോമസ് LP സ്കൂളിന്റെ മൈതാനത്തേക്ക് ഇറങ്ങിയതുപോലെയായിരുന്നു കാഴ്ചകൾ. പ്രിയപ്പെട്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് ആവേശം വാനോളമുയർത്തി കുട്ടിക്കൂട്ടം അണിനിരുന്നപ്പോൾ വിദ്യാലയമുറ്റം മറ്റൊരു മിനി ലോകകപ്പ് വേദിയായി മാറി. എന്നാൽ ഈ കാൽപന്ത് കളി വെറും ഒരു കളി മാത്രമായിരുന്നില്ല. നാളത്തെ തലമുറയെ വിഴുങ്ങുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം കൂടിയായിരുന്നു. ലഹരിയെ വേരറുക്കുവാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് സ്കൂളിൽ ജേഴ്സി ദിനവും ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് രാജേഷ് KR അധ്യക്ഷതയിൽ ചേർന്ന യോഗം കുന്നത്തുനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അബൂബക്കർ VS ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, കുട്ടികൾ അനുഭവിക്കുന്ന, നമ്മുടെ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് ലഹരി സംബന്ധമായിട്ടുള്ളത്. ലഹരി എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ലഹരിയിൽ വരും. നമ്മൾ കുടിക്കുന്ന കട്ടൻ ചായ, സ്ഥിരമായിട്ട് ഒരാൾ കട്ടൻ ചായ കുടിക്കുന്നത് അതുപോലെ ലഹരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ അറിയാൻ വല്ലതും കേട്ടതിനെ കുറിച്ചൊക്കെ, ലഹരിയെ കുറിച്ചൊക്കെ നിങ്ങൾ വളർന്നു വരുന്ന ചെറിയ കുട്ടികളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ രക്ഷകർത്താക്കൾ പറയുന്നത്, രക്ഷകർത്താക്കള്, അധ്യാപകര്, അവരൊക്കെ പറയുന്നത് കൃത്യമായിട്ട് കേട്ടുകൊണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ റഫറിയും അധ്യാപകനുമായ എൽദോ ജോയ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക വിനീത് P. കുരുവിള, അധ്യാപകരായ ബേസിൽ ജോയ്, പ്രീതമോൾ PK, MPTA ഭാരവാഹി ആര്യ സുരേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസാരിച്ചു. തുടർന്ന് മൈതാനത്ത് ലഹരിക്കെതിരെ ഗോളടിച്ച് കുട്ടികൾ കാണികളുടെ കയ്യടി നേടി. കളിച്ചിരികൾക്കൊപ്പം വലിയൊരു സാമൂഹിക സന്ദേശം കൂടി സമൂഹത്തിന് പകർന്നു നൽകിയാണ് നെല്ലാട് സെന്റ് തോമസ് സ്കൂളിലെ കുരുന്നുകൾ കളം വിട്ടത്. നെല്ലാട് സെന്റ് തോമസ് LP സ്കൂൾ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. കുട്ടികൾക്കും അവരുടെ എനർജി എങ്ങനെയെല്ലാം വിനിയോഗിക്കാം, അതെങ്ങനെയെല്ലാം ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് കപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെൻറ്റ് തോമസ് LP സ്കൂൾ ഇത്തരമൊരു പ്രോഗ്രാം ഇന്നിവിടെ ഓർഗനൈസ് ചെയ്തത്. ഇപ്പോൾ എല്ലാ തരത്തിലും എല്ലാ രീതിയിലുള്ള കായിക വിനോദങ്ങൾക്കും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികൾ പഠനം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കായികമായ കാര്യങ്ങളിലും അതുപോലെ ആർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഞങ്ങൾക്കും അങ്ങനെ ഒരു ദിവസം വേണം, ഞങ്ങളുടെ കുട്ടികൾക്കും അങ്ങനെ ഒരു എന്നും ഓർമ്മിക്കാൻ പാകത്തിനൊരു കാര്യം മനസ്സിൽ വേണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു തീമിലേക്ക് ഞങ്ങൾ വന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇപ്പോൾ നാട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ലഹരി എന്നുള്ളൊരു കാര്യം, അതിനെയും തുടച്ചു നീക്കുക. അപ്പോൾ ആ രണ്ട് തീമും കൂടെ ബേസ് ചെയ്തിട്ട് ഓപ്പറേഷൻ തുഫാനുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലെറ്റ്സ് ഗീവ് എ കിക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളൊരു ആശയം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. As if it was our last time, let's sing that way.